പൗരാണിക വേദകാലഘട്ടം മുതൽക്കേ ഗന്ധർവന്മാർക്ക് ദിവ്യമായ സോമരസവുമായി അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. സോമം എന്നത് യജ്ഞങ്ങളിൽ ഉപയോഗിച്ചിരുന്നതും ദേവന്മാർക്ക് അമരത്വം നൽകുന്നതുമായ ഒരു ദിവ്യപാനീയമായിരുന്നു. സ്വർഗത്തിൽ സോമം ശേഖരിക്കുന്നതിന്റെയും സൂക്ഷിക്കുന്നതിന്റെയും ചുമതല പൂർണ്ണമായും ഗന്ധർവന്മാർക്കായിരുന്നു. സോമം ഭൂമിയിലോ മറ്റു ലോകങ്ങളിലോ എത്തിച്ചേരാതിരിക്കാൻ അവർ കഠിനമായി കാവൽ നിന്നു. ഋഗ്വേദത്തിലെ മന്ത്രങ്ങൾ അനുസരിച്ച് ഗന്ധർവനെ സോമത്തിന്റെ രക്ഷകൻ എന്ന് വിശേഷിപ്പിക്കുന്നു. കാരണം സോമം കേവലം ഒരു പാനീയമായിരുന്നില്ല, അത് ദിവ്യമായ ഊർജ്ജത്തിന്റെയും അമരത്വത്തിന്റെയും ആകാശത്തിലെ പ്രകാശത്തിന്റെയും രഹസ്യമായിരുന്നു. ഈ ദിവ്യജ്ഞാനം ഗന്ധർവന്മാർക്ക് മാത്രം അറിയാമായിരുന്നതിനാൽ അവർ സോമത്തെ മറ്റാർക്കും നൽകാതെ രഹസ്യമായി സൂക്ഷിച്ചു. എന്നാൽ ലോകത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ദേവന്മാർക്ക് യജ്ഞങ്ങൾക്കായി സോമം അത്യന്താപേക്ഷിതമായി വന്നു. ദേവന്മാർ സോമം കൈവശപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഗന്ധർവന്മാരുടെ ശക്തിയും അവരുടെ മായാജാല സംഗീതവും കാരണം ദേവന്മാർക്ക് അതിന് കഴിഞ്ഞില്ല. ഒടുവിൽ സോമം കൈക്കലാക്കാൻ ദേവന്മാർ ഒരു തന്ത്രം ആവിഷ്കരിച്ചു. ഗന്ധർവന്മാർക്ക് സംഗീതത്തിലും പ്രത്യേകിച്ച് സ്ത്രീ സൗന്ദര്യത്തിലും അതീവ താൽപ്പര്യമുണ്ടെന്ന് ദേവന്മാർക്കറിയാമായിരുന്നു. അതുകൊണ്ട് ദേവന്മാർ തങ്ങളുടെ അതിസുന്ദരിയായ പ്രതിനിധിയായ ഒരു അപ്സരസിനെ ഗന്ധർവന്മാരുടെ അടുത്തേക്ക് അയച്ചു. അപ്സരസിന്റെ സൗന്ദര്യവും ആകർഷകമായ നൃത്തവും മോഹിപ്പിക്കുന്ന ഗാനവും ഗന്ധർവന്മാരെ പൂർണ്ണമായും മയക്കി. ഗന്ധർവന്മാർ സൗന്ദര്യത്തിൽ ഭ്രമിച്ച് തങ്ങളുടെ ശ്രദ്ധ സോമരസത്തിൽ നിന്ന് മാറിപ്പോയ തക്കത്തിന് അപ്സരസ് തന്ത്രപൂർവ്വം സോമരസം കൈക്കലാക്കി ദേവന്മാർക്ക് കൈമാറി. ഇതിന്റെ പ്രതിഫലമായി ഗന്ധർവന്മാർക്ക് അപ്സരസുകളോടൊപ്പം സ്വർഗീയ സദസ്സുകളിൽ നൃത്തം ചെയ്യാനും സംഗീതം ആലപിക്കാനും അവസരം ലഭിച്ചു. ഈ സംഭവം ഗന്ധർവന്മാരെ സോമരസത്തിന്റെ സൂക്ഷിപ്പുകാരിൽ നിന്ന് സ്വർഗീയ സംഗീതജ്ഞരായി മാറ്റിയെടുത്തു. സോമം സംരക്ഷിച്ചിരുന്നവരായതുകൊണ്ട് തന്നെ ഗന്ധർവന്മാരെ ലൈംഗികാസക്തിയുടെയും വിവാഹത്തിന്റെയും ദേവതകളായും ചില വേദഭാഗങ്ങളിൽ കണക്കാക്കുന്നു.